ഓക്കെ, അപ്പോ നമ്മൾ ശ്വാസത്തെയാണ് നമ്മൾ ആദ്യം നിരീക്ഷിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ പാലിയിൽ അല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞു തന്ന ഒരു പേര് ഇതാണ്, ആനപാന സതി എന്നാണ്. ആനനും അപാനനും, അതായത് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും ഉച്ഛ്വാസവും. ആന അപാന സതി. സതി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. പാലി ഭാഷയിൽ സതി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ്. അപ്പൊ ആനനെ അപാനനെ ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ഈ മൂക്കിന്റെ 2 ദ്വാരങ്ങളിലൂടെയാണ് ശ്വാസം ഉള്ളിലേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ ഈ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിന്റെ ഇവിടെ നമുക്ക് അത് സ്പർശനം വരും. എയർ എടുക്കുമ്പോൾ ഒരു സ്പർശനം വരും, തിരിച്ചു വിടുമ്പോഴും ഒരു സ്പർശനം സംഭവിക്കും. നമുക്ക് ഫോക്കസ് ചെയ്യാൻ എന്തെങ്കിലും വേണോ? അതിന് വേണ്ടിയിട്ടാണ്. നമ്മളവിടെ എണ്ണുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. എണ്ണുമ്പോഴൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും 1 2 3 കൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബുദ്ധോ എന്ന് പറയുകയോ അതിന് എന്തെങ്കിലും ഒരു പേര് വാക്കോ പറയുകയോ അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പിന്നെയും വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്കത് വേണ്ട. ഒരു രീതിയിലുള്ള ചാൻഡിങ്ങോ, ഒരു രീതിയിലുള്ള കൗണ്ടിങ്ങോ, ഒരു രീതിയിലുള്ള ജപമോ, ഒരു രീതിയിലുള്ള മനസ്സിൽ എന്തെങ്കിലും ഒന്ന് പറയുകയോ മനസ്സിൽ എന്തെങ്കിലും ജപിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ശ്രദ്ധ വെറുതെ നാച്ചുറലായിട്ട് നടക്കുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് മാത്രമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് മൂക്കടപ്പോ നമുക്ക് എന്തെങ്കിലും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂക്ക് ചിലപ്പോൾ അടഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ അതിനെ ഒന്നും മാറ്റാൻ നോക്കണ്ട. എന്താണോ അവിടെ നടക്കുന്നത് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ മാത്രമാണ്. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ശരീരത്തെ നന്നാക്കുന്ന പരിപാടി അല്ല. മനസ്സിനെ നമ്മൾ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്ന് മാറ്റി ഇവിടെ ഫോക്കസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ശ്വാസത്തിന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ അതിന്റെ ഫോഴ്സ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കേണ്ട. നാച്ചുറലി എന്താണോ അവിടെ സ്വാഭാവികമായി സംഭവിക്കുന്നത് അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. ഇതൊരു നമ്മുടെ നിരീക്ഷണത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുക. ഞാൻ പറഞ്ഞു നേരത്തെ, പർപ്പസ് ഇതാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നിന്നെല്ലാം വിട്ട് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവരിക, ഷാർപ്പൻ ചെയ്യുക, അറ്റൻഷൻ ബോഡിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ അകത്തേക്ക് കയറുന്ന ശ്വാസത്തിന് ചെറിയൊരു തണുപ്പും പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ചെറിയൊരു ചൂടും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ചെറിയൊരു ശബ്ദം, ഒരു സീൽക്കാരുടെ ശബ്ദമൊക്കെ നമുക്ക്, ശ്വാസത്തിന്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ ശ്വാസം, നമ്മുടെ ഈ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ ഈ മേൽചുണ്ടും ഈ മൂക്കും വരുന്ന ഈ ഒരു ത്രികോണ പോർഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ അറ്റൻഷൻ ഇതിന്റെ പുറത്തേക്ക് അപ്പം ഇവിടെ പോകാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ കുറയ്ക്കുക. ഇത്രയും ഭാഗത്തേക്ക് മാത്രമായിട്ട് വരികയാണ്. ബുദ്ധൻ പറയുന്നത് നാസികത്തിന്റെ അഗ്രത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു രീതി, അതിന്റെ പ്രകൃതം, അതിന്റെ സ്പീഡ്, അത് പോകുന്നു, പിന്നെ ഉള്ളിലേക്ക് എടുക്കുന്നു, പിന്നെ ഒരു ചെറിയൊരു പോസ് ഉണ്ട് ഇടയ്ക്ക് നേരത്തെ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു, പിന്നെ ഒരു പോസ് ഉണ്ട്, പിന്നെ ഉള്ളിലേക്ക് എടുക്കുന്നു, പിന്നെ ഒരു പോസ് ഉണ്ട്. അപ്പം അതിന്റെ ഒരു പ്രക്രിയ, പിന്നെ അതിന്റെ ശ്വാസം നമ്മുടെ ഉള്ളിൽ ഇവിടെ തട്ടുന്ന ആ ഒരു ഫീല്, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ തണുപ്പ്, പുറത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ ചൂട്, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും ഉള്ളിലേക്കും പുറത്തേക്കും ശ്വാസം പോകുമ്പോൾ ഉണ്ടാവും ചെറിയൊരു നേരിയ ശബ്ദം. ഇങ്ങനെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രക്രിയകളെ നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ പലയിടത്തേക്കും പാളിപ്പോകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ്. കാര്യം നമ്മൾ ഇങ്ങനെ ഒന്നും ഇരുന്നിട്ടില്ല, നോക്കിയിട്ടില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ ഇതുപോലെ ശീലിപ്പിച്ചിട്ടില്ല. മനസ്സെപ്പോഴും ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ചിന്തയുമായിട്ട് എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്താണ് ജീവിച്ചിട്ടുള്ളത് ഇത്ര നാൾ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ചിന്തയിലേക്ക് പോകാനോ മറ്റെന്തെങ്കിലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാനോ ഒക്കെ സാധ്യതകളുണ്ട്. ഇതിന് 5 തടസ്സങ്ങൾ വരുന്നുണ്ട്, 5 നീവരണങ്ങൾ വരും. ആ 5 തടസ്സങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ കുറച്ചു നേരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊരു മടുപ്പ് തോന്നാം, ഇഷ്ടക്കേട് തോന്നാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് നമുക്ക് അതിനോട് ഇഷ്ടം തോന്നാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചിന്ത വന്ന് നമുക്ക് അതിനോട് ഇഷ്ടക്കേട് തോന്നാം, അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദമോ
എന്തെങ്കിലും കാഴ്ചയോ എന്തെങ്കിലും മണമോ ഒക്കെ വരാം. പിന്നെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഡൗട്ട് തോന്നാം, ഇതെന്ത് പരിപാടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്, ഈ ശ്വാസത്തെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഇതാണോ ബുദ്ധിസം? ശ്വാസത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കാനാണ് ഇതാണോ ബുദ്ധം പഠിപ്പിച്ചത്? ഇങ്ങനെ പല പല വേണ്ടാത്ത കുറെ ചിന്തകളും വരാം, ഡൗട്ടുകൾ വരാം. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഉറക്കം തോന്നും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഉറക്കം തോന്നിപ്പോവാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ലൈക്കിങ്, എന്തെങ്കിലുമായിട്ട് ഇഷ്ടം, അനിഷ്ടം, ഡിസ്ട്രാക്ഷൻ, ഡ്രൗസിനെസ് അല്ലെങ്കിൽ മയക്കം, ഡൗട്ട്, ഇത്തരം 5 കാര്യങ്ങൾ തടസ്സങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി നമ്മൾ പിന്നെയും നമ്മുടെ അറ്റൻഷനെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കുറച്ച് ദിവസം നമ്മളിപ്പോ ഒരു 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 പരിശീലനം പോലെ, ഒരു കാട്ടുകുതിരയെ മെരുക്കുന്നത് പോലെ പതുക്കെ 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 നമുക്കത് നമ്മുടെ അറ്റൻഷൻ അവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിന്റെ ആക്ടിവിറ്റി കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്കുള്ള യാത്ര അവിടെ നമുക്ക് തുടങ്ങും, അത് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഒരു അറ്റ്ലീസ്റ്റ് ഈ ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് കുറച്ച് ദിവസം നിരന്തരമായിട്ട് ചെയ്യണം. നമ്മളിപ്പോ ഒരു ക്യാമ്പിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ 7 മണിക്കൂർ നമ്മളിത് ചെയ്യും. അപ്പൊ പെട്ടെന്ന് 3-ാം ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സബ് കോൺഷ്യസിലേക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. നമ്മുടെ ബോഡിയിലെ സെൻസേഷൻ എല്ലാം പെട്ടെന്ന് കിട്ടും, നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ഒരു സ്കില്ലാണ്, നമ്മൾ ട്രെയിൻ ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്കില്ലാണ്. പക്ഷെ നമ്മളിപ്പോ നിങ്ങളെല്ലാവരും ഒരു ഡെയിലി ലൈഫിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ഒരു 8 മണിക്കൂർ നിങ്ങളെ പിടിച്ചിരുത്താൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മാത്രം ഈ അരമണിക്കൂറിൽ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ 3/4 മണിക്കൂറിൽ നമ്മളൊന്ന് മനസ്സിലാക്കി തരിക. അത് നിങ്ങൾ പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. ചെയ്ത് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നിങ്ങൾ പാകമായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ചമ്മരം പടിഞ്ഞ് തന്നെ ഇരിക്കണമെന്നില്ല. ഇപ്പൊ ഒരു കട്ടിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചാരി ഇരിക്കുക. കഴിവതും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ പുറം നമുക്ക് വെക്കാൻ പറ്റും. ഈ ചാരാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ചാരി ഇരുന്നാൽ മയക്കം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ പ്രായവും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണക്കിലെടുത്ത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ എടുക്കുക ഫസ്റ്റ്. അതിനുശേഷം നമ്മുടെ ശരീരം ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് ലൂസ് ആക്കി ഇടുക. തോളുകളിലൊന്നും ഒട്ടും ടൈറ്റ് ആക്കിയാതെ തോളുകളൊക്കെ വളരെ റിലാക്സ്ഡ് ആക്കി നിർത്തുക. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ഗോങ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അടിക്കും. ആ ഗോങ് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിരീക്ഷണം തുടങ്ങും, നമ്മുടെ ഫോക്കസ് തുടങ്ങും, ആനപാനസതി തുടങ്ങും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. ആ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ അരമണിക്കൂർ ആകുമ്പോൾ തീരുന്ന സമയമാകുമ്പോൾ ഞാനൊരു ഗോങ് അടിക്കും. ആ ഗോങ് അടിക്കുമ്പോൾ മാത്രം നിങ്ങൾ കണ്ണ് തുറക്കുക. അതുപോലെ തന്നെ കണ്ണ് നിങ്ങൾ അമർത്തി ബലം പിടിച്ചടയ്ക്കരുത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ബലമാണ് അവിടെ ഉണ്ടാവും, അതുണ്ടാവരുത്. വളരെ സ്വാഭാവികമായിട്ട് രീതിയിൽ ജസ്റ്റ് കണ്ണിനെ ഒന്ന് അടയ്ക്കുക. അതിന്റെ അവസാന അടിയിൽ എന്തെങ്കിലും ചെറിയതായിട്ട് കണ്ണടയാൻ ബാക്കിയുണ്ടെങ്കിലും അത് നിന്നോട്ടെ, കുഴപ്പമില്ല. ഒട്ടും ബലമില്ലാതെ വേണം കണ്ണടയ്ക്കാനായിട്ട്. അപ്പൊ അങ്ങനെ അതിനെ ജസ്റ്റ് വളരെ ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് കണ്ണടയ്ക്കുക. അപ്പൊ എല്ലാവരും ഇരിക്കുക, ബോഡി റിലാക്സ് ചെയ്യുക, കണ്ണിനെ വളരെ നാച്ചുറൽ ആയിട്ട് അടയ്ക്കുക. എന്നിട്ട് ഒരു 3 തവണ നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം, അത് 3 തവണ മാത്രം ഡീപ്പായിട്ട് ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് എടുക്കുക. 1 നിമിഷം പിടിച്ചു നിർത്തുക. എന്നിട്ട് പുറത്തേക്ക് പൂർണ്ണമായിട്ട് പതുക്കെ ഡീപ്പായിട്ട് ശ്വാസം വിടുക. അതൊരു 3 തവണ റിപ്പീറ്റ് ചെയ്യുക. അപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയും എന്താണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഗോങ് അടിക്കുമ്പോൾ നമുക്ക്
മെഡിറ്റേഷൻ തുടങ്ങാൻ പറ്റും. ഇപ്പൊ 3 തവണ നിങ്ങൾ ഡീപ്പ് ബ്രീത്ത് എടുത്തു. ഇനി ഞാൻ ഗോങ് അടിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ മൂക്കിന്റെ അറ്റത്തേക്ക് വന്നിട്ട് ശ്വാസത്തിന്റെ സ്പീഡ്, ശ്വാസത്തിന്റെ ഗതിവിഗതികൾ, ശ്വാസം പുറത്തേക്ക് പോകുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നത്, അതിനിടയ്ക്കുണ്ടാവുന്ന പോസ്, ഉള്ളിലേക്ക് എടുക്കുമ്പം നമ്മുടെ മൂക്കിനെ ശ്വാസം സ്പർശിക്കുന്നത്, പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം സ്പർശിക്കുന്നത്, പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ചെറിയൊരു ചൂട്, അകത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ചെറിയൊരു തണുപ്പ്, ശ്വാസം വരുമ്പോഴും വിടുമ്പോഴും പോകുമ്പോഴും നേരിയ ഒരു സീൽക്കാരം. ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ മേൽചുണ്ടില് ആ ശ്വാസം വന്ന് തട്ടുന്നത്, തുടക്കത്തിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് കുറെ പ്രാക്ടീസ് കഴിയുമ്പോൾ നമ്മുടെ ശ്വാസം നമ്മുടെ മേൽചുണ്ടിൽ തട്ടുന്നതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ആ ശ്വാസം എന്ന് പറയുന്നതിനെ പ്രക്രിയയെ പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അറ്റൻഷൻ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇത്രയും പല പല കാര്യങ്ങളിലെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സ് ആ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയി നിലനിർത്താൻ പറ്റും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചിന്തകളിലേക്ക് പോയാലും പതുക്കെ തിരിച്ചുകൊണ്ട് വന്ന് സാവധാനം ഇതിലേക്ക് കൊണ്ടെത്തിക്കുക. നമ്മൾ ഏത് വിദ്യയും പുതുതായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. നമ്മൾ നീന്തൽ പഠിക്കുകയോ സൈക്കിൾ കയറ്റം പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്നു. ശ്വാസം നിങ്ങളുടെ മൂക്കിൽ തട്ടുന്നതൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ സ്പീഡ് പതുക്കെ പതുക്കെ അത് കുറഞ്ഞു കുറഞ്ഞു വരും. ഇടയ്ക്ക് നമ്മുടെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ പോകും, സാരമില്ല, തിരിച്ചു കൊണ്ടുവരിക.
അകത്തേക്ക് പോകുന്ന ശ്വാസത്തിന് എപ്പോഴും ഒരു തണുപ്പുണ്ടാവും, പുറത്തേക്ക് വരുന്ന ശ്വാസം ചെറിയൊരു ചൂട് എപ്പോഴും ഉണ്ടാവും. അതുമൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നമ്മുടെ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകാൻ പല ചിന്തകൾ വരും. അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചൊറിച്ചിലോ വേദനയോ ഒക്കെ നമ്മളെ അലട്ടാനുണ്ടാവും. അതിൽ നിന്നും തൽക്കാലം തിരിച്ചു കൊണ്ടുവരിക. ഒരു അരമണിക്കൂർ നേരത്തേക്ക് മറ്റ് വേണ്ടാത്ത വേവലാതികളും ആവലാതികളും ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. ചില ഡിസ്ട്രാക്ഷൻസ് വരും. അതിൽ നിന്ന് പിന്നെയും തിരിച്ച് നമ്മുടെ മനസ്സിലെ ഫോക്കസിലേക്ക്, ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും. തൽക്കാലത്തേക്ക് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ആ ഡൗട്ടുകളെ ഒന്ന് മാറ്റി വെക്കുക. ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും തിരിച്ച് നമ്മുടെ അതൊരു ഉറക്കം വരാനുള്ള ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്രദ്ധയെ പിന്നും ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഈ ആനപാനസതി ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ നിരീക്ഷണ ധ്യാനത്തിന്റെ ഒരു മുന്നൊരുക്കം മാത്രമാണ്. യഥാർത്ഥ നിരീക്ഷണം ഇതിനൊക്കെ ശേഷമാണ് വരാൻ പോകുന്നത്. ഇതാദ്യം മനസ്സിനെ ഒന്ന് സമമാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലനം മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ സമത എന്നാണ് വിളിക്കുന്നത്. സമതാ പരിശീലനമാണിത്. പല പല വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മളെ തിരിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക.
ഇടയ്ക്ക് നമ്മൾ അറിയാതെ ഒരു ദീർഘശ്വാസമൊക്കെ വരും. നമ്മുടെ മനസ്സ് തണുക്കുമ്പോൾ ദീർഘശ്വാസങ്ങൾ വരും. ആ ദീർഘശ്വാസത്തിന് ശേഷം പിന്നെ ശ്വാസം കുറച്ചും കൂടെ മന്ദഗതിയിലാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മുടെ മനസ്സിനെ ചിന്തയിൽ നിന്നൊക്കെ മാറ്റി പ്രസന്റിലാണ് നമ്മൾ നിലയുറപ്പിക്കാൻ നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് മൊമെന്റിലാണ്. നമ്മുടെ തോളിലൊന്നും ഒട്ടും ഫോഴ്സോ ടൈറ്റ്നെസ്സോ ബലം പിടുത്തോ ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്ത് കൊടുക്കുക. റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നെയും ഫോക്കസിൽ വരും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതും ഒരു തടസ്സമാണ് എന്ന് മാത്രം മനസ്സിലാക്കി അരമണിക്കൂർ നേരത്തേക്ക് അത് വേണ്ട എന്ന് വെക്കുക. നമ്മുടെ മനസ്സൊരു ചാടിക്കളിക്കുന്ന കുരങ്ങനെ പോലാണ്. എപ്പോഴും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അതൊന്ന് സെറ്റിൽ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ സ്ഥിരമായിട്ട് ശീലിപ്പിക്കുമ്പോൾ തനിയെ തനിയെ അത് ശ്വാസത്തിൽ തന്നെ വന്നിരിക്കും. ശ്വാസം ഇപ്പോഴും സ്പർശിക്കുന്നുണ്ട് നമ്മുടെ മൂക്കില്. ഇപ്പോഴും ചെറിയ ചൂടും ചെറിയ തണുപ്പും ഒക്കെ നമുക്ക് കിട്ടും. ശ്രദ്ധിച്ചാൽ ശ്വാസത്തിന്റെ നേരിയ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റും.
ചിലപ്പോൾ നമ്മുടെ മൂക്കിലും മൂക്കിന്റെ പുറത്തുള്ള തൊലിയിലും ഒക്കെ ചില തരിപ്പുകളോ ചില വൈബ്രേഷൻസോ ചില ഗിരിഗിരിപ്പോ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഒക്കെ സ്വാഭാവികമാണ്. ഇടയ്ക്കിടയ്ക്ക് ദീർഘശ്വാസം നമ്മൾ അറിയാതെ സംഭവിക്കും. അത് സ്വാഭാവികമാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ ഭയങ്കര സ്ലോ ആവും. ഭയങ്കര സട്ടിലായിട്ട് വളരെ നൈസായിട്ടുള്ള ശ്വാസത്തിലേക്ക് നമ്മൾ പോകും. അപ്പോഴും നമുക്ക് നമ്മുടെ ശ്വാസവും അതിൻ്റെ പ്രക്രിയയും അതിൻ്റെ സ്പർശനവും അതിൻ്റെ ചൂടും അതിൻ്റെ തണുപ്പും എല്ലാം നമുക്ക് അപ്പോഴും കിട്ടും. നമ്മുടെ മനസ്സ് സൂക്ഷ്മമാവുന്നതോടൊപ്പം ശ്വാസവും സൂക്ഷ്മമാവും, പക്ഷെ മനസ്സും കൂടുതൽ ഷാർപ്പാവും. ചിലപ്പോൾ ചില ചിന്തകൾ നമ്മളെ കൊണ്ട് വലിച്ചുകൊണ്ട് പോയി കുറെ നേരത്തിന് ശേഷമായിരിക്കും നമുക്ക് പരിസരബോധം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒട്ടും ഇറിറ്റേഷൻ കാണിക്കാതെ തിരിച്ച് മനസ്സിനെ കൊണ്ടുവരിക. ഇറിറ്റേഷൻ കാണിച്ചാൽ പിന്നെയും കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം കൂടും. നമുക്കത് ആവശ്യമില്ല. ശ്വാസത്തിന്റെ ചെറിയ ശബ്ദവും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
നമ്മൾ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനുണ്ടാവും. ഒന്നുകിൽ അതിന്റെ ശബ്ദം, അല്ലെങ്കിൽ അതിന്റെ ചൂട്, തണുപ്പ്, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോകുന്നത് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സ്പർശനം, അതിന്റെ ശ്വാസം എടുക്കല്, പിന്നെയുള്ള പോസ്, പിന്നെ തിരിച്ചു വരല്, ഇങ്ങനെ പല പല ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ആസ്പെക്റ്റുകൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ആ ശ്രദ്ധ എപ്പോഴും ശ്വാസത്തിൽ തന്നെ, ശ്വാസം എന്ന പ്രക്രിയയിൽ തന്നെ കുരുക്കി നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അതിനിടയ്ക്ക് ശരീരത്ത് അവിടെ ഇവിടെയൊക്കെ വേദന, തരിപ്പ്, പെയിന്, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് അതൊക്കെ വിട്ടേക്കുക. ഒരു അരമണിക്കൂർ സമയത്തേക്ക് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. സമയം ആയോ 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 എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ മനസ്സിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ജസ്റ്റ് ചിന്തകൾ മാത്രമാണ്, വിട്ടേക്കുക. ഇതുവരെ അരമണിക്കൂർ ആയില്ലേ, എന്താണ് ഗോങ് അടിക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് വിട്ടേക്കുക. ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക.
അപ്പൊ ഇനി എല്ലാവരും കൈ ഒന്ന് മുഖത്തേക്ക് എടുത്ത്, മുഖം ഇപ്പൊ ഇതുവരെ സ്റ്റില്ലായിരിക്കാം, നമ്മുടെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി ചൂടാക്കിയിട്ട് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് തടവിയിട്ട് കണ്ണു തുറന്നോളുക. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൈൻഡിനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കുരങ്ങ് കിടന്ന് ചാടുന്ന പോലെ ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. നമ്മുടെ കയ്യിലൊന്നും അല്ല നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഇത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. കാരണം പ്രകൃതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും മനസ്സ് നമ്മുടെ കയ്യിലല്ല എന്ന് മനസ്സിലാവും. നമ്മുടെ കൺട്രോളിലല്ല അത്. നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് അതിനെ ചിലയിടത്തൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ അത് തനിയെ കിടന്നോടും. കാര്യം അതിന് നമ്മള് ഒരു ചക്രം വിട്ട് നമ്മൾ കുറെ നേരം കറക്കി കഴിയുമ്പോൾ നമ്മൾ കൈവിട്ടാലും കിടന്ന് കറങ്ങുന്ന പോലെ ഇത് തന്നെത്താൻ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നുണ്ട്. കുറേയേറെ സംഭവങ്ങൾ ചിന്തിക്കാനും ആവലാതിപ്പെടാനും വേവലാതിപ്പെടാനും ആഹ്ലാദിക്കാനും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ തലയ്ക്കകത്തോട്ട് പിന്നെയും വരുന്നത്. അതിന്റെ ഫലമായിട്ട് ഇത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അടുത്ത പർപ്പസ് എന്താ, ഇതിന്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ എന്താണ്, നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ആക്ടിവിറ്റി, മനസ്സിന്റെ ആക്ടിവിറ്റി എല്ലാം ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തുള്ള സംവേദനകൾ, അതായത് ചെറിയ ചെറിയ വൈബ്രേഷൻസ്, ഈ ഇമോഷൻ, ഫീലിംഗ് എന്ന് പറയുന്ന സാധനം, ആ ഫീലിങ്ങുകളെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ തുടങ്ങും. നമുക്കത് കിട്ടിത്തുടങ്ങും. സാധാരണ നമ്മളിപ്പോ ഫീലിങ്ങിനെ പറ്റി നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. ബോഡിയിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും സംസാരിക്കുകയും പെരുമാറുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള വൈബ്രേഷൻസ് ഫീലിങ്സ് ആയിട്ട് മാറി മാറി വരുന്നുണ്ട്. നമ്മളതിനെ വൈബ് എന്നൊക്കെ പറയും. ഈ വൈബ്രേഷൻസ് ബോഡിയിലെ ഫീലിങ്സ്, അല്ലെങ്കിൽ അത് ബയോകെമിക്കൽ പല റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ശരീരത്തിൽ ഓരോരോ രീതിയിലുള്ള സംവേദനകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ അറിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഇറങ്ങും. അത് സബ് കോൺഷ്യസിലാണ് കൂടുതൽ വ്യക്തമായിട്ട് അറിയുക. അപ്പൊ നമ്മൾ ഇതിനെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ ഫീലിങ്സ് കിട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ഫീലിങ്സിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങും. അവിടെ തൊട്ടാണ് നമ്മുടെ ഒബ്സർവേഷൻ തുടങ്ങുന്നത്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടയ്ക്കത്തെ ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ആ ഫീലിങ്സിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ബോഡിക്കകത്ത് ഉണ്ടാവുന്നത്, അതായത് പെരുവിരൽ തൊട്ട് നമ്മുടെ തലയുടെ ഉച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വൈബ്രേഷൻസ് കിട്ടുന്നതായിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. നമുക്കത് കിട്ടി തുടങ്ങും. അവിടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഉൾക്കാഴ്ച തുടങ്ങുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ, ഈ പറയുന്ന അടുത്ത ക്ലാസ് വരെ നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞു തന്ന ആ രീതിയിൽ ഈ ആനപാനസതി പ്രാക്ടീസ് ചെയ്യുക. രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ 2 നേരം പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് പോയാൽ തിരിച്ച് നമ്മുടെ ശ്വാസത്തിൽ കൊണ്ടുവരാനായിട്ട് ഒന്ന് മനസ്സിനെ ഓർമ്മപ്പെടുത്തുക. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഒരു ഫോക്കസ് പ്രസന്റിൽ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് നമുക്ക് കൂട്ടും. കുട്ടികൾക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതാണ് അവർ ചെയ്യേണ്ട അവരുടെ എക്സർസൈസ് ഇതാണ്. അവരിത് ഇത്രയും ചെയ്താൽ മതി. അത് രാവിലെയും വൈകിട്ടും ചെയ്യുക. വലിയവർക്കാണ് നമ്മൾ അടുത്ത വിപാസനയിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ സമതയാണ് നമ്മളിപ്പോ പഠിച്ചത്. സമത എങ്ങനെ ഉണ്ടാക്കണം എന്നതാണ്, മനസ്സിന്റെ സമമായ അവസ്ഥ. അപ്പൊ കുട്ടികൾക്ക് അത് മതി. അപ്പൊ അത് അവർ പ്രാക്ടീസ് ചെയ്യുക. വലിയവരും ഒരാഴ്ചത്തേക്ക് ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ബോഡിയിലുള്ള ഫീലിങ്സും സെൻസേഷൻ നിങ്ങൾക്ക് കിട്ടി വരും. അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങുന്നത്. അത് ആ സമയത്ത് ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളോട് പറയും. അപ്പോൾ ഇതുവരെ ഇന്ന് ചെയ്തതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക്
എന്തെങ്കിലും ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെറിയൊരു സമയത്തോടെ നമുക്ക് അതും കൂടെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങൾ എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതും കൂടെ പറഞ്ഞാൽ നമുക്ക് അതും കൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതും കൂടെ കണക്കിലെടുക്കാം. പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവാതെ ബാക്കി ഉണ്ടെങ്കിലോ എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാം.